നൽകുന്ന അവരെ നേർവഴിക്ക് നയിക്കുന്ന ഒരു കേന്ദ്രമായി മാറാൻ അതിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ പ്രക്ഷാളനം ചെയ്ത് അവരുടെ ബ്രിട്ടൻ്റെ ആ കോളനിയുടെ ഭാഗമാക്കി മാനസികമായി അവരെ അടിമകളാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് സാധിക്കാതെ പോയ ഒരേ ഒരു രാജ്യം നമ്മുടെ ഭാരതമാണ്. 1600 അവരിവിടെ വന്നു. 858 വിദ്യാഭ്യാസ പദ്ധതി മാറ്റുന്നത് വരെ അവർക്ക് ഇന്ത്യയിലെ ഒരു സിസ്റ്റത്തെയും തകർക്കാനോ ഇന്ത്യയിലെ ജനങ്ങളെ അവർക്ക് അനുകൂലമാക്കാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ആ പഠനം ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. 258 കൊല്ലക്കാലം ഇന്ത്യയിലെ ജനങ്ങളെ എന്തുകൊണ്ട് അവർക്ക് അനുകൂലമാക്കാൻ സാധിച്ചില്ല? അതിന് പറയുന്ന കാരണം ക്ഷേത്രങ്ങൾ മാത്രമല്ല, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുമുള്ള ഗ്രാമങ്ങൾ, അവരുടെ ഈശ്വര ചിന്ത, അവരുടെ മനസ്സിൻ്റെ ഏകീകരണം, ഇതൊക്കെയാണ് 258 കൊല്ലം അവരെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയെങ്കിലും വിജയിക്കാൻ കഴിയാതെ പോയെന്ന സത്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവിടെ ഗംഗാനദിയിൽ കുളിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത് യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്